നമ്മളിന്ന് എഗ്ലെസ് ആയിട്ടൊരു ഓട്സ് ഓംലെറ്റ് ആട്ടോ ചെയ്തെടുക്കുന്നത്. നമുക്ക് ഡയറ്റൊക്കെ ഫോളോ ചെയ്യുന്നവർക്കും അല്ലെങ്കിൽ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും സ്നാക്കൊക്കെ ആയിട്ട് കൊടുത്തിടാൻ പറ്റുന്ന നല്ലൊരു ഈസി റെസിപ്പിയാണ്. അപ്പോൾ അതിനായിട്ട് നമ്മളൊരു ബൗളിലേക്ക് 1/4 കപ്പ് ഓട്സ്, പിന്നെ നമുക്ക് അതിലേക്ക് വേണ്ട വെജിറ്റബിൾസൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള നമ്മളെ കയ്യിലുള്ളതൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ കുറച്ച് ക്യാബേജ്, അതുപോലെ തന്നെ ഗ്രീൻ ക്യാപ്സിക്കം, സവാള, ടൊമാറ്റോ, അതുപോലെ തന്നെ ഗ്രീൻ ചില്ലി, കുറച്ച് അധികം തന്നെ മല്ലിയില ഇട്ട് കൊടുത്തു. പിന്നെ നമ്മൾ കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ്, പിന്നെ 2 ടേബിൾ സ്പൂണോളം കടലപ്പൊടി ആട്ടോ ചേർത്ത് കൊടുത്തുള്ളത്. അപ്പോൾ കടലപ്പൊടി നമ്മൾ എഗ്ഗിന് പകരമായിട്ടാണ് ചേർത്ത് കൊടുത്തത്. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ 1/2 കപ്പ് പാലെടുത്തിട്ട് ആദ്യം കുറച്ച് ഒഴിച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ മിക്സ് ചെയ്ത് നോക്കിയപ്പം കുറച്ചുകൂടെ പാൽ ആവശ്യമുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് ഒരു 1/2 കപ്പ് കംപ്ലീറ്റ് ആയിട്ടും പാൽ ഞാൻ ഒഴിച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു. പാലും വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന് പകരമായിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഒരുപാട് വെള്ളമാവരുത്, ഭയങ്കര ലൂസാവരുത്. അപ്പോൾ നമ്മളിങ്ങനെ നോക്കിയിട്ട് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ ചൂടാക്കിയിട്ട് ഞാൻ അതിലേക്ക് കുറച്ച് നെയ്യാണ് കേട്ടോ ഒഴിച്ച് കൊടുത്തത്. അപ്പം ഓയിലോ വെളിച്ചെണ്ണയൊക്കെ ഉപയോഗിക്കാൻ ഞാനിവിടെ നെയ്യാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് അത് ചെറുതായിട്ടൊന്ന് ചൂടാവുന്ന സമയത്ത് അതിലേക്ക് നമ്മൾ മിക്സ് ചെയ്തിട്ടുള്ള ഓംലെറ്റ് കംപ്ലീറ്റ് ആയിട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഒരേ കനത്തിലായിട്ടൊന്ന് ഇങ്ങനെ പരത്തിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ അടച്ചു വെച്ചിട്ട് കുറച്ച് സമയം ഒന്ന് ഇങ്ങനെ കുക്ക് ചെയ്തെടുക്കുക. ഒരു 5 മിനിറ്റ് നമ്മളൊന്ന് മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മളിതൊന്ന് മറിച്ചിട്ട് കൊടുക്കുകയാണേ. അപ്പോൾ മറിച്ചിട്ട് കൊടുക്കുമ്പോൾ മുറിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഒരു പ്ലേറ്റോ അല്ലെങ്കിൽ നമ്മൾ വേറൊരു ഫ്രൈ പാനൊക്കെ വെച്ചിട്ടൊന്ന് ഇങ്ങനെ മറിച്ചിട്ടിട്ട് ആ ഒരു സൈഡും കൂടെ 5 മിനിറ്റോളം കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ അവിടെയും ഞാൻ കുറേശ്ശായിട്ട് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ 2 സൈഡും ഏകദേശം നല്ല രീതിയിൽ തന്നെ കുക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നല്ല ഈസി ആയിട്ടും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഓംലെറ്റായിട്ട് നമ്മൾ ചെയ്തെടുത്തുള്ളത്. അപ്പം ഓട്സിൻ്റെ ഓംലെറ്റ് നമുക്ക് എഗ്ഗ് വെച്ചിട്ടും ചെയ്യാം, എഗ്ലെസ് ആയിട്ടും ചെയ്തെടുക്കാം. അപ്പോൾ എഗ്ഗ് കഴിക്കാത്തവർക്ക് എഗ്ലെസ് ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. മുട്ട ചേർത്തിട്ടില്ല എന്ന് വെച്ചിട്ട് ടേസ്റ്റിനൊന്നും കുറവില്ല കേട്ടോ. നല്ല ടേസ്റ്റ് ആയിട്ടുള്ളത് തന്നെയാണ്. ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക്സ് അറിയിക്കുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ നമ്മളെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. എന്തെങ്കിലും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റായിട്ട് അറിയിക്കുകയും ചെയ്യാം.